കൂടുതലൊന്നും ഈ ഒരു മാച്ചിനെ കുറിച്ച് പറയാതിരിക്കുന്നതാണ് നല്ലത്. അത്രമാത്രം വളരെ മോശമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നത്തെ മത്സരത്തിൽ കളിച്ചത്. ടീമിൽ ഒരു താരം പോലും മര്യാദയ്ക്ക് കളിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതുപോലെ തന്നെ ഡാനിഷ് ഫറൂഖിനെയൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാപ്റ്റനാക്കിയേക്കാണ്. സ്റ്റാർട്ടിംഗ് 11 പോലും വരല്ലേ എന്ന് ആരാധകർ ആഗ്രഹിക്കുന്ന ഒരു താരത്തിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ക്യാപ്റ്റനാക്കിയിരിക്കുന്നത്. എല്ലാ മത്സരങ്ങളിലും വളരെ മോശം പ്രകടനം കാഴ്ചവെക്കുകയും അടുത്ത മത്സരം ആകുമ്പോൾ വീണ്ടും സ്റ്റാർട്ടിംഗ് 11 ഡാനിഷ് ഫറൂഖിനെ എന്തിനാണ് ഉൾപ്പെടുത്തുന്നത്? ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്ക് കാര്യമായിട്ടൊന്നും തന്നെ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഡിഫൻഡറായിട്ടുള്ള ഫാലു എന്ത്യായെയാണ് അല്പം ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചുവെന്ന് പറയാനുള്ളത്. ഇനി പറയാനുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനോടാണ്. എന്താണ് ഈ ഒരു കോച്ചിന്റെ ടാക്ടിക്സ്? എന്തൊക്കെയോ കേരള ബ്ലാസ്റ്റേഴ്സ് ഗ്രൗണ്ടിൽ കാണിച്ചു കൂട്ടുന്നത് പോലെയാണ് മത്സരങ്ങൾ കാണുമ്പോൾ തോന്നുന്നത്. വിദേശ താരങ്ങളൊക്കെയുള്ളൊരു സ്ക്വാഡ് ഉണ്ടായിട്ട് പോലും കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ മോശം പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ഇന്ത്യൻ താരങ്ങൾ മാത്രം കളിക്കുന്ന ഒഡീഷ FC ആവട്ടെ കേരള ബ്ലാസ്റ്റേഴ്സിനേക്കാൾ 100 മടങ്ങ് മികച്ചതാണ്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ അടുത്ത ISL സീസണിൽ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഈ ഒരു ക്ലബ്ബ് ഉണ്ടാവില്ല. എന്തായാലും കോച്ച് ഡേവിഡ് കാത്തലയോട് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ഉടനെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോച്ചിനെ മാത്രം കുറ്റം പറയാൻ സാധിക്കില്ല, താരങ്ങളും മാനേജ്മെൻറ്റും എല്ലാവരും കണക്കാണ്. എന്തായാലും ഇനിയും ഈ ഒരു കോച്ചിനെ പരീക്ഷിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. അതുപോലെ തന്നെ മത്സരത്തിൻ്റെ അവസാന നിമിഷത്തിൽ അനാവശ്യമായിട്ടാണ് മാർലോൺ റോസ് റെഡ് കാർഡ് മേടിക്കുന്നത്. യാതൊരുവിധ ഒരു ക്വാളിറ്റി പോലും മാർലോൺ കളിക്കളത്തിൽ കാണിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്തായാലും ഈ ഒരു മത്സരവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെയൊന്ന് കമൻറ്റ് ചെയ്യുക.